ചാർമിനാറും ലാഡ് ബസാറും കാണാനായിട്ട് ഇറങ്ങിയതാണ്. നല്ല തിരക്കുണ്ട്. മാർക്കറ്റിന്റെ ഹൃദയഭാഗത്തായിട്ടാണ് ഞങ്ങൾ വണ്ടി ഇറങ്ങിയത്. പവിഴം കൊണ്ടുള്ള മാലയും കമ്മലും വിൽക്കുന്ന ആളെയാണ് ആദ്യം കണ്ടത്. 450 ചോദ്യം. റമ്മു 2 200 പറഞ്ഞ് മുന്നോട്ട് നടന്നു. വളകൾക്ക് ഫേമസ് ആയിട്ടുള്ള മാർക്കറ്റാണിത്. കല്യാണ ആവശ്യങ്ങൾക്കും സാധാരണ ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്ന പലതരത്തിലുള്ള വളകൾ ഇവിടെയുണ്ട്. ലേഡീസ് ഐറ്റംസ് ആണ് അധികവും. ഹൈഡ്രജൻ ബലൂൺ ഓരോന്ന് വാങ്ങി കുഞ്ഞാമ്പയ്ക്ക് മീമ്പൂനും നൽകി മുന്നോട്ട് നടന്നു. രാത്രി ചാർമിനാറിനെ കാണാൻ ഭംഗിയുള്ളതായി തോന്നി. പ്രശസ്തമായ നിമ്ര ബേക്കറി അടുത്ത് തന്നെയാണ്. നിലോഫർ കഫേ പോലെ തന്നെ ഇവിടുത്തെ ഒസ്മാനി ബിസ്ക്കറ്റും ഇറാനി ചായയും പ്രസിദ്ധമാണ്. ഞാൻ ബൺമസ്കയും ഇറാനി ചായയും വാങ്ങി പുറത്തെത്തി. കുഞ്ഞാമ്പിയുടെ കൈവിട്ട് ഹൈഡ്രജൻ ബലൂൺ മുകളിലെത്തിയിട്ടുണ്ടായിരുന്നു. ഇറാനി ചായ കുടിച്ച് റമ്മുവിന്റെ കിളി പോയി. ചായയും ബിസ്ക്കറ്റും അവിടെ തന്നെ വെച്ച് റമ്മു സ്ഥലം വിട്ടു. അടുത്ത് തന്നെയായിട്ടാണ് മിലാൻ ജ്യൂസ് സെന്റർ. അവരുടെ ഫേമസ് ആയിട്ടുള്ള മാംഗോ ഷേക്കും ഷഹൂദ് മലായും വാങ്ങി. ഷഹൂദ് മലായി ഒരു സമ്മർ ഡെസേർട്ടാണ്. കട്ടിയുള്ള പാൽപ്പാട കൊണ്ടും കണ്ടൻസ്ഡ് മിൽക്ക് കൊണ്ടും അതിൻ്റെ മുകളിൽ മൽബറീസും ഇട്ടിട്ട് ഉണ്ടാക്കുന്ന ഒരു ഡെസേർട്ടാണ്. ഇമ്പൂന് കാര്യമായിട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. ക്രീമി, സ്വീറ്റ് ആൻഡ് സോർ ആയിട്ടുണ്ട്. എടുത്തു പറയേണ്ട മറ്റൊന്ന് ലേഡീസിൻ്റെയും ജെൻസിൻ്റെയും ഫാൻസി വാച്ചസിൻ്റെ കളക്ഷൻസും ഷോപ്സുമാണ്. 100 രൂപ മുതൽ വാച്ചസ് ഇവിടെ ലഭ്യമാണ്. ഇമ്പു ഇപ്പോഴും ബലൂൺ വിട്ടിട്ടില്ല. പെട്ടെന്നാണ് കിണ്ണത്തപ്പം പോലുള്ള ഒരു സാധനം കണ്ണിൽപ്പെട്ടത്. ചാറ്റ് ഷോപ്പുകളിലും ജ്യൂസ് ഷോപ്പുകളിലും എല്ലാം നല്ല തിരക്കാണ്. വെറ്റിലയുടെയും ചുണ്ണാമ്പിൻ്റെയും കടകളും വെഡ്ഡിംഗ് ഡ്രസ് ഷോപ്സും എല്ലാം കണ്ട് ഞങ്ങൾ മുന്നോട്ട് നടന്നു. ഒരു സ്ട്രീറ്റിൻ്റെ ഇരുവശത്തുള്ള എല്ലാ കടകളും വെഡ്ഡിംഗ് ഡ്രസ്സസ് ആണ്. നാട്ടിൽ കണ്ടിട്ടില്ലാത്ത തരം ഒരു വണ്ടി കണ്ടിട്ട് വീഡിയോ എടുത്തതാണ്. ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് ഷവർമയും കഴിച്ച് നേരെ റൂമിലേക്ക്. $30 രൂപയാണെങ്കിലും സംഭവം കളറായിട്ടുണ്ട്.